കേരളത്തിലെ കൊല്ലം ജില്ലയുടെ പ്രത്യേകതകളും സവിശേഷതകളും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ജില്ലയാണ് കൊല്ലം. മുൻപ് ഇംഗ്ലീഷിൽ ക്യുലോൺ എന്നായിരുന്നു കൊല്ലം ജില്ലയെ പറയുന്നത്. എന്നാൽ പിന്നീടത് സർക്കാർ ഉത്തരവ് പ്രകാരം ഇംഗ്ലീഷിലും കൊല്ലം എന്ന് തന്നെ ആക്കി. തെക്ക് തിരുവനന്തപുരം ജില്ലയും വടക്ക് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളും കിഴക്ക് തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലുമാണ് കൊല്ലം ജില്ലയുടെ അതിരുകൾ. ഇവിടുത്തെ പ്രധാന വ്യവസായങ്ങൾ കയർ നിർമ്മാണവും കശുവണ്ടി സംസ്കരണവുമാണ്. മറ്റൊരു പ്രധാന വരുമാന മാർഗമാണ് ബാക്ക് വാട്ടർ ടൂറിസം. കൊല്ലം ജില്ലയുടെ ഏകദേശം 30% ഭാഗം അഷ്ടമുടി കായലാണ്. ഇന്ത്യയിലെ വെൽ നോൺ മാഗസിനായ ഇന്ത്യ ടുഡേ കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ജില്ലയിലെ നിയമപരിപാലനവും സാമൂഹിക സൗഹാർദ്ദവും മാനദണ്ഡമാക്കിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്ക് കൊല്ലം ജില്ലയിൽ കാണാൻ സാധിക്കും. വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഇടമാണ് കൊല്ലം. തെന്മല, ജടായുപ്പാറ, പറവൂർ, പാലരുവി വെള്ളച്ചാട്ടം, പുനലൂർ, മൺറോ തുരുത്ത് തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. ഇനി അല്പം ജില്ലയുടെ ചരിത്രം പരിശോധിക്കാം. കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയായ സുലൈമാനാണ് കൊല്ലത്തെപ്പറ്റി ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കപ്പലുകൾ പോയിരുന്നത് കൊല്ലം, കോഴിക്കോട് തുറമുഖങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു കൊല്ലം എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അബുൽ ഫിദ, ബെഞ്ചമിൻ, അബു സെയ്ദ് തുടങ്ങിയ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് കൊല്ലം ജില്ലയുടെ സവിശേഷതകളെ മനസ്സിലാക്കാം. അന്ന് വേണാട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. വനപ്രദേശവും കടലും കായലും എല്ലാം കൂടെ ഒത്തൊരുമിക്കുന്ന ഒരു അപൂർവ ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 വന്യജീവി സങ്കേതങ്ങളിലൊന്നായ ശെന്തരുണി കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഹൃദ്യവും മനോഹരവുമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കല്ലടയാർ, അച്ചൻകോവിലാർ, ഇത്തിക്കരയാർ എന്നീ നദികളും ശാസ്താംകോട്ട, അഷ്ടമുടി, പരവൂർ എന്നീ കായലുകളുമാണ് ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ജില്ലയിലെ 70% കായികശേഷിയും ഉപയോഗിക്കുന്നത് കൃഷിയിലാണ്. തെങ്ങ്, നെല്ല്, മരച്ചീനി, റബ്ബർ, കുരുമുളക്, വാഴ, കശുമാവ്, മാവ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. കേരളത്തിലെ ഒരു പ്രമുഖ കടൽപ്പുറമാണ് മഹാത്മാഗാന്ധി കടൽപ്പുറം എന്ന കൊല്ലം ബീച്ച്. വളരെ മനോഹരമായി പണിതീർത്ത മത്സ്യകന്യകയുടെ പ്രതിമ നമുക്കവിടെ കാണാം. ആരുടെയും മനം കവരുന്ന കാഴ്ചകളാണ് കൊല്ലം ജില്ലയിൽ എങ്ങുമുള്ളത്. ഇനി കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാം. ധാരാളം പ്രകൃതി മനോഹരമായ ഇടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടം. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുമായി ജടായുപ്പാറ കൊല്ലം ജില്ലയെ തിലകക്കുറി ചാർത്തി നിൽക്കുന്നു. മൺറോ തുരുത്ത്, പാലരുവി വെള്ളച്ചാട്ടം, തങ്കശ്ശേരി വിളക്കുമാടം, ബീച്ചുകൾ, കായലോരങ്ങൾ, അങ്ങനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൊല്ലം ജില്ലയിലെ കാഴ്ചകളിലേക്ക് അധികമാരും കണ്ണോടിക്കാറില്ല. എന്നാൽ അടുത്തറിഞ്ഞാൽ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ ഒരുക്കി വെച്ച ഇടമാണ് കൊല്ലം. 2 ദിവസം ഇവിടെ ചെലവഴിച്ചാൽ മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന യാത്രാനുഭവം ഉണ്ടാകും. അഷ്ടമുടി കായലിനും കല്ലടയാറിനും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപാണ് മൺറോ തുരുത്ത്. തുരുത്തിലേക്കുള്ള യാത്രകൾ നമ്മെ ഏറെ വിസ്മയിപ്പിക്കും. കണ്ണിനും കരളിനും കുളിർമയേകും. മൺറോ സാഹിബിൻ്റെ കാലത്താണ് തോടുകളും കനാലുകളും അതിശയിപ്പിക്കുന്ന 8 ചെറുദ്വീപുകൾ നവീകരിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ 10 ബീച്ചുകളിലൊന്നായ തിരുമുല്ലവാരം ബീച്ച് സ്കൂബ ഡൈവിങ്ങിന് പേരുകേട്ട ഇടം കൂടിയാണ്. ഫോട്ടോഷൂട്ടുകൾക്ക് പറ്റിയ ഇടമാണ് കൊല്ലം ബീച്ച്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട ഒട്ടേറെ സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജടായുപ്പാറ. മനോഹരമായ വ്യൂ പോയിൻ്റാണ് ജടായുപ്പാറയുടെ പ്രത്യേകതകളിലൊന്ന്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലാണ് ആര്യങ്കാവ്.
കൊല്ലം ജില്ലയിൽ നിന്നും 73 കിലോമീറ്റർ കിഴക്കുമാറിയാണ് ഈ സ്ഥലം. ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശാസ്താ ക്ഷേത്രം. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. സെൻറ് മേരീസ് റോമൻ കാത്തലിക് ചർച്ച്, സെൻറ് ജോർജ് മലങ്കര കാത്തലിക് ചർച്ച് എന്നിവ ആര്യങ്കാവിലെ മറ്റു പ്രധാന ആത്മീയ കേന്ദ്രങ്ങളാണ്. കടമ്പൻപാറ ചന്ദനവനമാണ് മറ്റൊരു ആകർഷണം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതിദത്ത ചന്ദനവനമാണിത്. ഒട്ടേറെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ആര്യങ്കാവിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ആര്യങ്കാവിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള റോസ് മല ഇക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. തെന്മലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലരുവി വെള്ളച്ചാട്ടം. പാലുപോലെ പതഞ്ഞിറങ്ങുന്നതിനാൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് പാലരുവി വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. വെള്ളച്ചാട്ടവും പരിസരവും ചേർന്നൊരുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. 4 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന പിനാക്കിൾ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. ഇവിടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേരാണ് പിനാക്കിൾ. നല്ല തണുപ്പും കാറ്റും കോടമഞ്ഞും നിറഞ്ഞ ഈ പ്രകൃതിയുടെ മായാജാലം ഭൂമിയുടെ മുകളിൽ നിന്നും മേഘപാളികൾ ഓടിക്കളിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കാം. അഞ്ചലിൽ നിന്ന് കുരുവിക്കോണം വഴിയും പുനലൂരിൽ നിന്ന് മാത്ര വഴിയും കൊട്ടാരക്കരയിൽ നിന്ന് വാളകം വഴിയും പിനാക്കിൾ വ്യൂ പോയിന്റിലെത്താം. രാവിലെ 5:30 മുതൽ 6:30 വരെയും വൈകിട്ട് 3 മുതൽ 6 മണി വരെയുമാണ് ഇവിടെ സന്ദർശനത്തിന് അനുയോജ്യമായ സമയം. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഓരോ കാഴ്ചകളും നയനമനോഹരമാണ്. പ്രകൃതിയുടെ മനോഹാരിത അടുത്തറിയണമെങ്കിൽ യാത്രകളെ കൂട്ടുപിടിക്കണം, യാത്രകളെ സ്നേഹിക്കണം. പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. മനസ്സിനെ തൊട്ടുണർത്തുന്ന കുളിർമഴ പെയ്ക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. മറ്റൊരിടത്തേക്ക് കാത്തിരിക്കൂ.